Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോസ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ അത് സർക്കിളും ലൈൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ട്യൂട്ടോറിയലാണ്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നാണ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ടൂളിൽ റൗണ്ട് സെലക്ട് ചെയ്തു, അതുപോലെ സർക്കിൾ സെലക്ട് ചെയ്തു, അതുപോലെ ബ്രഷിൽ ബോൾ പോയിൻ്റ് പെന്നും, എന്നിട്ട് സർക്കിൾ വരച്ചു. അതിനുശേഷം ലൈൻ ടൂളിൽ നിന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതുപോലെ സർക്കിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ലൈൻ സെറ്റ് ചെയ്തു, നേരെയായിട്ട് സെറ്റ് ചെയ്തു, ഒരേ അളവിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് എഡിറ്റ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ARC ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ലാസി ടൂൾ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടില്ല. അതുകൊണ്ട് ARC ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ലൈൻ ഇട്ടു. എന്നിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ട്രാൻസ്ഫോം കൊടുക്കാം, അത് സെലക്ഷൻ ഓപ്ഷനിലുണ്ടാവും. അങ്ങനെ അത് കൊടുത്തു. അതുപോലെ ARC ടൂൾ ഉപയോഗിച്ചിട്ട് നോസിൻ്റെ രണ്ട് സൈഡിലുള്ള ലൈൻസ് സെറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഇത് കറക്റ്റായിട്ട് ചെറിയൊരു രീതിയിൽ ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ. അതുപോലെ അടിഭാഗം അത് ആ സർക്കിളിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാനത് മുഴുവനായി ടച്ച് ആവാത്തതുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് ലെയറിൽ നിന്ന് ഒപ്പാസിറ്റി കുറച്ചുകൊണ്ട് പുതിയൊരു ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ടാപ്പ് റൈഡ് ബ്രഷ് യൂസ് ചെയ്തു, സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ലേസി ടൂളാണ് യൂസ് ചെയ്യുന്നത് സ്മൂത്ത്നെസ്സിന് വേണ്ടി. അതുപോലെ ഈ രണ്ട് സൈഡിലും ഇതുപോലെ ലൈൻസ് സെറ്റ് ചെയ്യാം. അതുപോലെ സെൻറ്ററിൽ അപ്പം നോസിൻ്റെ ലൈനുകൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ലൈനാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ബ്ലാക്ക് ലൈൻ ഇല്ലാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കളർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വരക്കാം. അപ്പം ബ്ലാക്ക് ലൈൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ചെയ്തത്. ഞാനത് ഒന്ന് വീണ്ടും റിമൂവ് ചെയ്തിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് വരക്കുകയാണ് ആ രണ്ട് സെക്ഷൻ ഭാഗങ്ങൾ. ഓക്കെ, അങ്ങനെ അത് രണ്ട് സെറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് മൂക്കിൻ്റെ ഈ അടിഭാഗത്തായിട്ടുള്ള ഭാഗങ്ങളിൽ രണ്ട് ലൈൻ ആഡ് ചെയ്തു. വീണ്ടും പുതിയൊരു ലെയർ വീണ്ടും സെലക്ട് ചെയ്യണം. പുതിയ ലെയർ സെലക്ട് ചെയ്തതിന് മുമ്പേ ഇവിടെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലെ ഹോൾസിന് രണ്ട് ഭാഗത്തായിട്ട് ബ്ലാക്ക് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഹൈഡ് ചെയ്ത് വെച്ച ഭാഗങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ കളർസ് പിക്ക് ചെയ്യണം. അപ്പോൾ കളർ പാറ്റിൽ നിന്ന് തന്നെ കളർ പിക്ക് ചെയ്തതാണ്. അപ്പോൾ 3 കളർ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസോ ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ പുതിയ ലെയറിൽ ഇതുപോലെ ഈ ഔട്ട്ലൈൻ്റെ നേരെ താഴെയായിട്ടാണ് വരക്കുന്നത്. ഈ അടിഭാഗത്ത് നിന്ന് ഇതുപോലെ വരക്കുന്നത് പോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നോസിൻ്റെ ആ ഒരു അടിഭാഗത്തുള്ളൊരു ഭാഗം കൂടി വരച്ച് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഗ്രേഡിയൻ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ കളർ തന്നെ മുകളിൽ കൊടുത്ത കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഗ്രേഡിയൻ്റ് അടിയിൽ ഒപ്പാസിറ്റി മുഴുവനായി റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ടത് മുകളിലെ ആ ലൈൻ നമ്മൾ നേരത്തെ ഇട്ട ലൈനിന് അനുസരിച്ചിട്ട് തന്നെ ആ കളർ ഞാൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ്. ആ ലൈനിന് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. ഓക്കെ, അതുപോലെ സെറ്റ് ചെയ്ത് ബാക്കി ഇനി പുതിയൊരു ഇതുപോലെ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വീണ്ടും ഒരു ലെയർ സെലക്ട് ചെയ്യും. എന്നിട്ട് നേരത്തെ എടുത്ത് പിക്ക് ചെയ്ത ലൈറ്റ് ഇപ്പം നമ്മൾ ഡാർക്ക് ലൈറ്റായിട്ടാണ് കളർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമതായിട്ട് സെക്കൻഡ് ലെയറിൽ സെക്കൻഡ് കളർ ആഡ് ചെയ്തു. അതുപോലെ തേർഡ് ലെയർ എടുക്കുക, ഈ ലെയറിൻ്റെ നേരെ താഴെയായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ കളർ ആഡ് ചെയ്യുക. എന്നിട്ട് ഹൈലൈറ്റിംഗ് ഓപ്ഷനും ചെയ്യാം. നമ്മുടെ നോസ് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒരു ഔട്ട്ലൈൻ സെക്ഷൻ റിമൂവ് ചെയ്യുന്നത് ഈ ഒരു ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ വരച്ചത്. ഈ ലൈനുകളുടെ മെത്തേഡിലാണ് നമ്മൾ വരച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.